കോഴിക്കോട് നല്ലടത്ത് അതിഥി തൊഴിലാളികളെ ജോലിക്ക് വിളിച്ചു വരുത്തിയ ശേഷം അവരുടെ സാധനങ്ങൾ മോഷ്ടിച്ച ആലപ്പുഴ കൊല്ലം സ്വദേശികൾ പോലീസ് പിടിയിൽ. അതിഥി തൊഴിലാളികളുടെ പണവും ഫോണും വസ്ത്രവും മോഷ്ടിച്ച് ജില്ല വിട്ടവരെ എറണാകുളത്ത് നിന്നാണ് നല്ലളം പോലീസ് പിടികൂടിയത്. മോഷ്ടാക്കളിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6:30 അതിഥി തൊഴിലാളികൾ കൂടാറുള്ള മീൻചന്തയിൽ 3 അംഗ സംഘം എത്തുന്നു. കാട് വെട്ടിത്തെളിക്കാൻ പശ്ചിമ ബംഗാൾ സ്വദേശികളായ റജാവുൽ അലിയെയും സുഹൃത്ത് അബ്ദുൾ കരീമിനെയും സംഘം സമീപിച്ചു. കൂലി പറഞ്ഞുറപ്പിച്ച ശേഷം 3 അംഗ സംഘം അതിഥി തൊഴിലാളികൾക്ക് അരീക്കോട് മാളിയേക്കൽ വെയ് ബ്രിഡ്ജിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പ് കാണിച്ചു കൊടുത്തു. പറമ്പ് വൃത്തിയാക്കാൻ അതിഥി തൊഴിലാളികൾക്ക് നിർദ്ദേശവും നൽകി. റജാവുൽ അലിയും അബ്ദുൾ കരീമും പറമ്പ് വൃത്തിയാക്കാൻ തുടങ്ങിയതിനു പിന്നാലെ തക്കം നോക്കി നിന്ന 3 അംഗ സംഘം ഇരുവരുടെയും പണവും മൊബൈലും വസ്ത്രങ്ങളും തട്ടിയെടുത്തു. ആലപ്പുഴ പുറക്കാട് സ്വദേശി അൻവർ, കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഷാജിമോൻ, ഹാരിസ് എന്നിവരുടെ സംഘമാണ് അതിഥി തൊഴിലാളികളുടെ 11,500 രൂപയും മൊബൈലുകളും കൊള്ളയടിച്ചത്. മോഷണ വിവരമറിയാതെ ജോലി തുടർന്ന തൊഴിലാളികൾ വിശ്രമിക്കാനെത്തുമ്പോഴാണ് വഞ്ചിക്കപ്പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അബ്ദുൾ കരീമും റജാവുൽ അലിയും മോഷണ വിവരം ഉടൻ തന്നെ നല്ലളം പോലീസിനെ അറിയിച്ചു. അൻവർ, ഷാജിമോൻ എന്നിവരെ പരാതി കിട്ടി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് വലയിലാക്കി. ഇവർക്കെതിരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലും കേസുണ്ടെന്ന് നല്ലളം SHO സുമിത് കുമാർ അറിയിച്ചു. രാവിലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വെയിറ്റ് ചെയ്യുന്ന കവലകളിൽ പോവുക, അവിടുന്ന് ആളുകളെ പണിക്ക് വിളിക്കുക, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കുക. പണിയെടുത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ അവരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, മൊബൈൽ ഫോണോ പൈസയോ അല്ലെങ്കിൽ ബാഗോ ആയിട്ട് സ്ഥലം വിടാം. അതാണ് ഇവർ ചെയ്യുന്നത്. സ്റ്റേറ്റിലുടനീളം കേസുകളുണ്ട്. ഇതേ മോഡസിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. മോഷ്ടാക്കൾ കാറിലാണ് എത്തിയതെന്ന മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. പിന്നാലെ CCTV ദൃശ്യങ്ങൾ വിപുലമായി പരിശോധിച്ചു. ഫറോക്ക് SP-യുടെ സ്ക്വാഡും നല്ലളം പോലീസും സംയുക്തമായിട്ടാണ് മോഷ്ടാക്കളെ കസ്റ്റഡിയിലെടുത്തത്. കവർച്ചാ സംഘത്തിലുണ്ടായിരുന്ന 3-ാമൻ ഒളിവിലാണ്. ഹാരിസ് എന്നയാൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മോഷ്ടാക്കളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പന്തീരാങ്കാവ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം സമാനമായ മോഷണം നടന്നതായി പോലീസ് അറിയിച്ചു. ഇപ്പോഴുണ്ടായതുപോലെ അതിഥി തൊഴിലാളികളെ കബളിപ്പിച്ചെങ്കിലും ഇതര സംസ്ഥാനക്കാരനായതുകൊണ്ട് അവർ പരാതി നൽകാൻ മടിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.